ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഉറക്കമൊക്കെ കഴിഞ്ഞ് നേരെ താഴത്തോട്ടിറങ്ങിയപ്പോൾ ആൾ അങ്ങനോടി ഇപ്പോൾ നമ്മൾ റെഡി ആയിട്ടിരിക്കുന്നു. സാധാരണ നല്ല മടിയുള്ളതാണ്, പക്ഷേ ഇന്ന് വലിയ മടിയൊന്നും കാണിക്കാൻ നിൽപ്പുണ്ട്. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. പിന്നെ അവൻ നേരെ അങ്ങനവാടിയിലോട്ട് പോയി. ഞാൻ നേരെ അകത്തോട്ട് പല്ല് തേക്കാൻ വേണ്ടി ബ്രഷൊക്കെ എടുക്കുകയാണ് എടുത്തത്. പിന്നെ നേരെ വെള്ളോട്ടിറങ്ങിയപ്പോൾ ഒടുക്കത്തെ വെയിൽ. പിന്നെ പല്ല് തേക്കാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിരുന്നില്ല, തേച്ച് കഴിഞ്ഞ് നേരെ അകത്തോട്ട്. പിന്നെ ഒന്ന് വിചാരിച്ച് നേരെ കുളിച്ചിട്ടങ്ങ് സെറ്റാന്ന് വെച്ച് നേരെ എണ്ണയൊക്കെ തേച്ച് നേരെ കുളിക്കാൻ വേണ്ടി തോർത്തൊക്കെ എടുത്ത് നേരെ ഇറങ്ങി. കുളിക്കാൻ വേണ്ടി ബാത്റൂമിലോട്ട് ചെന്നപ്പോഴാണ് ഈ സോപ്പില്ല. പിന്നെ നോക്കിയിട്ട് ചേച്ചിനോട്ടൊരു സോപ്പൊക്കെ മേടിച്ച് നേരെ പോയി കുളിച്ചിട്ട് വന്നു. ഡ്രസ്സൊക്കെ ഇട്ട് ഒരു പോസൊക്കെ ഇട്ട് നിന്ന്. പിന്നെ നോക്കിയില്ല, കഴിക്കാൻ വേണ്ടി ഇരുന്ന് ചേച്ചി പുട്ടുമായിട്ട് വന്നു. പിന്നെ പുട്ടും കപ്പയോട്ടൊരു പിടിയങ്ങ് പിടിച്ച്. പിന്നെ ചേച്ചി അവനില്ലാത്തതുകൊണ്ട് മൊത്തത്തിൽ അങ്ങ് ഒതുക്കാന്ന് വെച്ച് നേരെ എല്ലായിടത്തും നല്ല തൂത്തൊക്കെ വൃത്തിയാക്കുന്നു. ആ സമയം കൊണ്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞ് നേരെ എഴുന്നേച്ച് നേരെ നടന്നു. പിന്നെ കഴിച്ചൊക്കെ കഴിഞ്ഞ് നേരെ കയ്യൊക്കെ തുടച്ച് ലാപ്പിൻ്റെ മുന്നിൽ പോയിരിക്കാൻ വെച്ചു. പിന്നെ ഒരു ഗെയിം, അസാസിൻ്റെ ഗെയിമാണ്. പിന്നെ കുറേ നേരം അതങ്ങ് ഇരുന്ന് കണ്ട സിനിമ പോലിരിക്കും. പിന്നെ കുറച്ച് നേരം അതൊക്കെ ഇരുന്ന് കണ്ട് നേരെ അടച്ചു വെച്ച് നേരെ പോയി കിടന്ന് ഉറങ്ങാനുള്ള മൈൻഡ്. ഉറക്കമൊക്കെ കഴിഞ്ഞ് നേരെ താഴത്തോട്ട്. പിന്നെ ചേച്ചിയുടെ ഫോണിൽ പബ്ജി കളിക്കാൻ നമ്മൾ നേരെ ചേച്ചിയുടെ ഫോൺ എടുത്തപ്പോൾ അവൻ അംഗനവാടിയിൽ നിന്ന് വന്നു. പിന്നെ അവനും ഞാനുമായിട്ട് അവിടെ കുറേ നേരം വന്നിരുന്ന് പബ്ജി കളിക്കാൻ തുടങ്ങി. ഞാൻ പിന്നെ പബ്ജി കളിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ എന്നെ നോക്കിയിരിപ്പുണ്ടായിരുന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ അവൻ്റെ നിന്ന് മേടിച്ച് അവൻ കളിക്കാൻ തുടങ്ങി. എന്തൊക്കെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ അവൻ എഴുന്നേച്ചങ്ങ് പോയി. അവൻ്റെ അച്ഛൻ്റെ അടുത്ത് അവൻ പോയിരുന്നു. പിന്നെ ഉച്ചക്കത്തെ ചോറായപ്പോൾ നേരെ കഴിക്കാമെന്നങ്ങ് വിചാരിച്ച് നേരെ കഴിക്കാൻ റെഡിയായി. കഴിച്ചൊക്കെ കഴിഞ്ഞ് എന്നിട്ട് അവർ കഴിച്ച് കഴിഞ്ഞില്ല. നമ്മളതൊന്നും നോക്കിയില്ല, നേരെ എഴുന്നേച്ച് കഴുകാൻ വേണ്ടി അങ്ങ് പോയി. കഴിച്ചൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഇവൻ്റെ ഉള്ളിൽ ഇരിക്കാമെന്ന് വെച്ച്. ഇവൻ്റെ ഉള്ളിൽ നിന്നപ്പോഴാണ് ഇവൻ എന്നെ നോക്കുന്നത്. എന്നിട്ട് അവൻ എൻ്റെ കൈ വെച്ച് അവൻ്റെ തലയിൽ വെക്കുന്നവൻ എന്തൊക്കെയാണെന്ന് കാണിക്കുന്നു. പിന്നെ നമ്മളതൊന്നും മൈൻഡ് ചെയ്തില്ല. നമ്മൾ നേരെ ഇറങ്ങി. അപ്പിനൊന്ന് വിളിക്കണം. നേരെ ഹെൽമെറ്റും താക്കോലൊക്കെ എടുത്തിട്ട് നേരെ ഇറങ്ങി. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ വണ്ടി എടുത്ത്. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഫ്രണ്ട്സ്. അപ്പോൾ ഓക്കെ, ബൈ.